പെപ്കോ ഫ്ലാന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് വയനാട് എക്സൽ എന്ന് പറയുന്ന നമ്മളിവിടെ കണ്ടെത്തിയിട്ടുള്ള ഒരു പുതിയ വെറൈറ്റി കുരുമുളക് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് കൂടുതൽ വള്ളികൾ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഒറ്റ വള്ളിയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ള മെത്തേഡാണ് കാണിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഈ കുരുമുളക് ഇറക്കി പതിപ്പിക്കുന്ന രീതിയും ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ കുറേ കർഷകർ കുരുമുളക് വള്ളികൾ നഴ്സറികളിൽ നിന്നൊക്കെ വാങ്ങിപ്പോകുമ്പോൾ അവരൊക്കെ പലപ്പോഴും വഞ്ചിതരായി പോവലുണ്ട്. കാരണം അതിൽ ചിലപ്പോൾ കുരുമുളക് കായ്ക്കില്ല. അപ്പോൾ അത് എങ്ങനത്തെ വള്ളികളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് വാങ്ങിക്കണമെന്നും നമ്മളെ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ചാനൽ ആദ്യമായി കാണുന്നവർക്കായി ഒന്നും കൂടി ഞങ്ങളെ പരിചയപ്പെടുത്താണ്. ഇത് വയനാട് ജില്ലയാണ് സ്ഥലം. ഈ കർഷകന്റെ പേര് മുഹമ്മദ് അലി എന്നാണ്. അദ്ദേഹം ഏകദേശം 300 വെറൈറ്റി കുരുമുളകുകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇപ്പോഴും പുതിയ ഇനങ്ങൾ കണ്ടെത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതിലെ 2 വെറൈറ്റി കുരുമുളകും കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ കൃഷി ചെയ്യുന്ന ചതുരപ്പയർ കൃഷിയും കൂടി ഇന്ന് കാണിക്കുന്നുണ്ട്. ഇതുവരെ എല്ലാവരും കണ്ടിട്ടുള്ളത് അധികം വലിപ്പമില്ലാത്ത ചതുരപ്പയറായിരിക്കും. പക്ഷേ ഇത് ഏകദേശം 20 ഇഞ്ചോളം വലിപ്പം വരുന്ന പുതിയ വെറൈറ്റി ചതുരപ്പയറാണ്. എന്തായാലും ഈ വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് വീഡിയോ കാണാം. വയനാട് എക്സലാണ്. നമ്മളിൽ നിന്ന് കുറേ വേര് പിടിപ്പിച്ചെടുത്ത് കുറേ പേര് ആവശ്യപ്പെട്ടതിനെ കൊണ്ടാണ് ഇതെങ്ങനെ വേര് പിടിപ്പിക്കുന്നത്. അപ്പോൾ വേര് പിടിപ്പിച്ച എങ്ങനെയാണ് ഒരു വേര് പിടിപ്പിച്ചിട്ട് ഇതിപ്പോൾ ഒരു മാസമായിട്ടില്ല ഞങ്ങൾ വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ മാറ്റം നോക്കിക്കോളി. അടിയിൽ നിന്ന് ചന്തലൊന്നും പൊട്ടുന്നില്ല. അപ്പോൾ ഇതിങ്ങനെ വേര് പിടിപ്പിച്ച് കുറേ പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ മാസം പെട്ടെന്ന് 1, 2 ഇതിൻ്റെ താഴെയൊക്കെ ഉണ്ട്. ഞങ്ങളിങ്ങനെ കുറേ ആക്കിയിട്ടാണ് ഇതിൽ നിന്ന് എടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു 22 ദിവസമായിട്ടുള്ളൂ. അപ്പോഴത്തേക്കും നമുക്ക് നമ്മളെ ട്രീറ്റ്മെൻറ്റിലാണ് നമ്മൾ മുറിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതെന്താ സംഭവം എന്നുള്ള റിസ്ക്കാണ്. മുകളിൽ കയറിയിട്ട് അപ്പോൾ നമ്മളിത് മുറിക്കാൻ പോവുകയാണ്. പറ്റുവേരുള്ള വള്ളികളിൽ കൊക്കോപിറ്റ് വെച്ചിട്ട് നമ്മളൊരു കവറിൽ കെട്ടിയിട്ടാണ് വേര് പിടിപ്പിച്ചെടുക്കുന്നത്. എന്നിട്ട് 22 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് വേര് പിടിപ്പിച്ച് മാറ്റുന്നത്. പല്ലിനെ നമുക്ക് കിട്ടിയിരിക്കുന്നത് 22 ദിവസം കൊണ്ട്. നമുക്കിത് ഇനി അയച്ച് കാണിക്കത്തിൻ്റെ വേരുകൾ ഇതാണ് സംഭവം. ഇത്രയും വേര് തിങ്ങിയിട്ടേ നമ്മളിത് മുറിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത്രയും പെട്ടെന്നൊരു വള്ളി ഇതേ കണ്ടീഷനിൽ വേര് മുറിച്ച ഭാഗം ഇതേ അടുത്ത മരത്തിൽ കൊണ്ടിടുക, അല്ലെങ്കിൽ നമ്മളൊരു കവറിലാക്കി പിന്നെയും ഇതിനെ കുറേ ആക്കിയെടുക്കുക. ഇതൊരു കർഷകൻ ചോദിച്ചതുകൊണ്ട് കൊണ്ടാണ് ഇത് നമ്മൾ അവർക്ക് വേണ്ടിയിട്ടാണ് എടുത്തത്. വയനാട് എക്സലിൻ്റെ തിരിയാണിത്. കുറേ കൂടി നീട്ടം വരും. ഇതാണ് വയനാട് എക്സലിൻ്റെ. ഇതും വയനാട് എക്സലാണ്. ഇതിലും വേര് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കവറിലേക്ക് മാറ്റാൻ പോവുകയാണ്. പയ്യെ സൂക്ഷിച്ച് നമ്മളെ മിശ്രിതം വെറുതെ ഒന്നും കൂട്ടരുത്. പയ്യെ നല്ല ടൈറ്റാക്കിയിട്ട് പൊട്ടേഷൻ മിശ്രിതം നിറച്ചു കൊടുക്കുക. ചെറിയൊരു നനയും കൊടുത്തിട്ട് ഇതാ ഈ കണ്ടീഷൻ. ഇനി വള്ളിക്ക് ഒരു കുഴപ്പം വരില്ല. നമ്മളിതിനെ കിട്ടും. ഇതിപ്പോൾ ഒരു 10-15 ദിവസമായാൽ ചോദിച്ച കർഷകന് കൊടുക്കാം. വള്ളി നമ്മൾ ഇതേപോലത്തെ ഒരു കവറിൽ അതേപോലെ നമ്മളിതാ ഇത് 10-6 കവറിലേക്ക് മാറ്റി. ഇതാ വേര് പുറത്തേക്ക് ചാടി. ഇത് എത്രയും പെട്ടെന്ന് ഇനി നമ്മൾ കൊണ്ട് കാലിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. കർഷകൻ വരുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ കർഷകർ ഇവിടെ കുറേ പറ്റിക്കൽസ് വരുന്നുണ്ട്. കാരണം തൂങ്ങിയ വള്ളികൾ, ഞാറ പോലെ തൂങ്ങിയ വള്ളികൾ പിന്നെ
പിന്നെ നഴ്സറിയിൽ പിന്നെ കിൻഡിൽ കണക്കിന് കർണാടകയിൽ നിന്ന് തൂങ്ങിയ വള്ളി, മുകളിൽ നിന്ന് തൂങ്ങിയ വള്ളി, കണ്ണികൾ ആകാത്ത വള്ളി നമുക്ക് തരും. അത് എല്ലാവരും കൊണ്ടുവന്ന് നാഗപതിയിലും ഇതിലൊക്കെ ഇട്ട് കർഷകരായി ചെന്ന് വാങ്ങുമ്പോൾ വഞ്ചിതരാകും. ചിലത് ഇല്ല, അത് കായ്ക്കില്ല. അതിനകത്ത് PVC പൈപ്പിൽ പോയി കണ്ടാക്കുമ്പോൾ ആ 3 കമ്പി വെക്കുന്നതിൻ്റെ അവിടം വരെ നീളത്തിൽ കണ്ണില്ലാതെ കൊണ്ട് പോയിക്കുന്നത്. അപ്പോൾ അങ്ങനെ കണ്ണില്ലാതെ ചിലത് നമുക്ക് അങ്ങോട്ട് ഇറക്കി പതിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും ചുരുട്ടിയിടുക. ചുരുട്ടിയിടാതെ വേറൊരു മോഡലാണ് നമ്മളിവിടെ കാണിക്കുന്നത്. U ടൈപ്പിലാണ് അതിൻ്റെ അടിയിൽ കൊടുക്കേണ്ടത്. അപ്പോൾ അത് ഞാൻ അതിൽ നിന്നാണ് വള്ളി എടുക്കേണ്ടത്. അതിൽ നിന്ന് വള്ളി എടുക്കല്ല, അങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് നിർത്തിയിട്ട് ഇതേപോലെ കണ്ണി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ നിർത്തുക, ഇല്ലെങ്കിൽ അത് പറിച്ച് കളയണം. കാരണം അങ്ങനെ പിന്നെ കുറേ പേർക്ക് പറ്റിയിട്ടുണ്ട് പിന്നെ ഈ സംഭവം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ തന്നെ നമുക്ക് ഒരു വർഷം കൊണ്ട് 500 വള്ളി ഉണ്ടാക്കാം. പിന്നെ നമ്മളവിടെ വന്ന് ഇതെങ്ങനെ ഉണ്ടാക്കുന്നുള്ള രീതി, ആ കൃഷിൻ്റെ അതിന് കൊടുക്കുന്ന വളങ്ങളും കാര്യങ്ങളൊക്കെ പഠിക്കുകയാണെങ്കിൽ ഒരു കർഷകൻ ഈസി പരിപാടിയാണ് കുരുമുളക് ഉണ്ടാക്കുന്നത്. പച്ചില വളം കൊടുത്തിട്ട് പെട്ടെന്ന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്തതിന് ശേഷമാണ് ഇത് കണ്ടല്ലോ എത്ര പെട്ടെന്ന് നമുക്ക് തിരികളും ഇലകളും വരുന്നുണ്ട്. കറക്റ്റായിട്ട് ആ ഒരു വളത്തിന്റെ ഇത് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു വള്ളിയെ പെട്ടെന്ന് ഇങ്ങനെ കൊണ്ടുവരാം. ഇത് പുതിയ വെറൈറ്റി ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ പിന്നെ തിപ്പല്ലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് കയറ്റവള്ളിയാണ്. ഇതിൻ്റെ ഇല വട്ട റൗണ്ടാണ്, നല്ല റൗണ്ട്. ഇതാണ് ഇത് കണ്ടോ, ഇതാണ് ഞാറ പോലത്തെ വള്ളി. ഇതെങ്ങനെയുള്ള കിടക്കുന്നതാണ് ഇങ്ങനെ തൂങ്ങിയത്, മുകളിൽ നിന്ന് ഇങ്ങനെ തൂങ്ങിയത്. അടിയിൽ നിന്ന് പൊട്ടുന്നതാണെങ്കിൽ കുഴപ്പമില്ല. ഇങ്ങനെ ഞാറ പോലെ തൂങ്ങിയ വള്ളി നമ്മൾ ഉപയോഗിക്കരുത്. ഇത് പിന്നെ ഇട്ടാലും പിന്നെ ഇതിങ്ങനെ പോകും. അപ്പോൾ കുറേ കർഷകർ ഇതിൽ പെട്ടുപോകുന്നുണ്ട്. കാരണം ഇതിൽ മണികൾ പിടിക്കില്ല, തിരിയും പിടിക്കില്ല. ഇതങ്ങോട്ട് തൂങ്ങിയിട്ട് ഇതിൻ്റെ ഇലകൾക്ക് ഒരു ഇതാണ്. ഇത് മുറിച്ച് നാഗപ്പാതി ആക്കിയിട്ട് കുറേ പേര് പിന്നെ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് പോസ്റ്റിലൊക്കെ കൊടുക്കുമ്പോൾ PVC പൈപ്പ് ഇട്ടൊരു സ്ഥലത്ത് ഞാൻ പോയി നോക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്, ഒരൊറ്റ കണ്ണിയില്ല. അപ്പോൾ അങ്ങനെ ആ കർഷകൻ സ്ലിപ്പായി പോകില്ലേ, അത്രയും സമയം വേസ്റ്റായി പോകും. അപ്പോൾ ഇത് പിന്നെ അത് ഇങ്ങനത്തെ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ഇതിൽ കായ്ക്കില്ല. അപ്പോൾ കിൻഡൽ കണക്കിനാണ് കർണാടകയിൽ നിന്ന് ഇങ്ങനത്തെ വള്ളി കൊണ്ടുവന്ന് നഴ്സറിക്കാരിടുന്നത്. അപ്പൊ തിരിച്ചറിയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇതിന് കണ്ണി ഉണ്ടെങ്കിൽ നമുക്ക് അതല്ലാന്ന് മനസ്സിലാക്കിക്കൂടെ? അല്ല, കണ്ണി അത് നമ്മൾ ചന്തല അടിയിൽ കൂടെ പോകുന്ന മൂത്ത ആ വള്ളിയാണ് നമ്മൾ ഉപയോഗിക്കുക. പോയ വള്ളികളാണ് നമ്മൾ പിന്നെ മുറിച്ചിടേണ്ടത്. എന്നിട്ട് ഇത് നമുക്ക് നാഗപതി പോലാക്കിയാലും കണ്ണികളാകും. അല്ലാതെ നമ്മൾ മുകളിൽ നിന്ന് തൂങ്ങിയ ഞാറവള്ളി പോലത്തെ വള്ളികൾ ഉപയോഗിക്കരുത്. ഇറക്കി പതിപ്പിക്കുന്ന രംഗം എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കൈയോടെ ഞാൻ തൂമ്പൊന്നും എടുത്തിട്ടില്ല. ഒരു ചെറിയൊരു കവുങ്ങിലിട്ടൊരു വള്ളിയാണ്. അപ്പോൾ ഞാൻ അതിനെ ഇറക്കി പതിപ്പിക്കുന്ന രംഗം കാണിച്ചു തരാണ്. U ടൈപ്പിൽ ഇങ്ങനെയാണ് നമ്മൾ വെക്കേണ്ടത്. ഇങ്ങനെ അപ്പോൾ കുറേ വള്ളികളുണ്ട്. ഇങ്ങനെ വളച്ച് ഇങ്ങനെയാണ് ഇടേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ലേശം മണ്ണെടുത്തേക്ക്, എന്നിട്ട് പിന്നെ കരിയിലും മണ്ണും കൂടി കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഇത് വളയ്ക്കുമ്പോൾ നമ്മളിതാ ഈ അടിയത്തെ 2-3 ഇല ഇങ്ങനെ കളയും. എന്നിട്ട് ഇതാ ഇങ്ങനെ വെച്ചാൽ മതി. ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് മണ്ണ് ഇതങ്ങനെ, എന്നിട്ട് U ടൈപ്പിൽ തന്നെ വെക്കണം. ഇതങ്ങനെ. അപ്പോൾ ഇവിടുന്ന് ഒരു മുള വേറെ എക്സ്ട്രാ കിട്ടും. അങ്ങനെ കുറേ നീട്ടുണ്ടെങ്കിൽ 2-3-4 പ്രാവശ്യം ഇങ്ങനെ തന്നെ U ടൈപ്പിലിടുക. അപ്പോൾ ഈ വളവെന്നാണ് നമുക്ക് വേറെ പിന്നെ ഈ മുള പൊട്ടി വരിക. അപ്പോൾ അതും കിട്ടും നമുക്ക്. അടിയിൽ നിന്ന് തന്നെ, ഏറ്റവും അടിയിൽ നിന്ന് തന്നെ നമുക്ക് എന്നിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുത്താൽ മതി. ഉള്ളൊരു ചതുരപ്പയറാണ്, നല്ല രീതിയിൽ കായ്ക്കുന്നത്. ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് ചതുരപ്പയർ നമ്മളിപ്പോൾ പറിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഇതിൻ്റെ അളവൊന്ന് നോക്കാം, എത്ര നീളമുണ്ട് നോക്കാം. നല്ല വലിപ്പമുള്ളത് കൊണ്ട് ഒന്ന് അളന്ന് നോക്കുകയാണ്. ഏകദേശം 20 ഇഞ്ചാണ് ഇതിന് വലിപ്പം വരുന്നത്. അതായത് ഏകദേശം ഒരു 51 സെൻറ്റിമീറ്ററോളം വരും ഒരു ചതുരപ്പയർ. അപ്പോൾ ഇത്രയും വലിപ്പമുള്ള ചതുരപ്പയർ ആദ്യമായിട്ടാണ് ഞങ്ങൾക്കും കിട്ടുന്നത്. അപ്പോൾ നിങ്ങളെയും ഇതൊന്ന് കാണിക്കാമെന്ന് കരുതിയിട്ടാണ്. ഇത് നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തി ആയിട്ടുള്ള ഒരു ചതുരപ്പയറാണിത്. ഇനി നമുക്ക് നമ്മുടെ കുരുമുളകിലേക്ക് തന്നെ വരാം.
2 ഇനങ്ങൾ തമ്മിൽ, അതായത് നമ്മളെ വെണ്ണിലയും വൈകയും കൂടി ക്രോസ് ചെയ്ത സംഭവമാണിത്. ഇതിൻ്റെ ഇലകൾ ഇങ്ങനെ വരുന്നത്. ഇതിൻ്റെ പേര് പിന്നെ വേഗ എന്നാണ്. വേഗ. വെണ്ണില വരുന്ന കുരുമുളകിൻ്റെ ഒരു ഇതാ ഇതിൻ്റെ തിരി. നല്ല തിക്കൻസ് ഉള്ള തിരികളായിരിക്കും. അത്യാവശ്യം മുഴുപ്പൊക്കെ വരുന്ന സൈസാണ്. ഇതാ ഇത്രയും ഇതിൽ. പിന്നെ കണ്ണിൽ നിന്ന് കണ്ണിയാണ്. ഒരു കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണികളായിട്ട് ബ്രാഞ്ചസ് ആയിട്ട് ഇത് നല്ല നീട്ടല, ഒരു ഒറ്റ ഇതിൽ നിന്ന് തന്നെ എത്രയും നീട്ടത്തിലാണ് വരുന്നത്. ഇത് 2ാം വർഷമാണ്. ഇപ്രാവശ്യം നമുക്ക് കാലാവസ്ഥയിൽ വന്നതാണ്. അതിൽ തിക്കൻസ് ആയിട്ട് വരുന്ന സംഭവമായിരുന്നു. കാലാവസ്ഥ മഴ കൂടിയതിനെ കൊണ്ട് നമുക്ക് ഇതായിരുന്നു. കുരുമുളക് വിശേഷങ്ങൾ തീരുന്നില്ല, നമ്മൾ ഇനിയും വീഡിയോസ് ചെയ്യുന്നതാണ്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.